മാനവ സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നു നൽകി ആലിച്ചാമുണ്ടി തെയ്യം അരങ്ങിലെത്തി. ആരിക്കാടി പാറ ഭഗവതി ആലിച്ചാമുണ്ടി ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെയാണ് തെയ്യം അരങ്ങിലെത്തിയത്. City Gold and Diamonds, Kerala and Karnataka, the glow of purity. മാനവ സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നു നൽകി ആലിച്ചാമുണ്ടി തെയ്യം അരങ്ങിലെത്തി. ആരിക്കാടി പാറ ഭഗവതി ആലിച്ചാമുണ്ടി ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെയാണ് തെയ്യം അരങ്ങിലെത്തിയത്. ഈ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ആലിദൈവം തുടങ്ങി. നാളെയും ആലിദൈവമുണ്ട്. 6-ാം താരീഖിൽ ആലിദൈവം പൂമുടി എല്ലാം ഒന്നിച്ചിട്ട് കൂടിയിട്ടാണ് കളിയാട്ടം സമാപ്തിയാകുന്നത്. അതുമാത്രമല്ല, നമുക്കൊരു സന്തോഷത്തിലല്ലെങ്കിൽ ഞങ്ങളെ ഈ വർഷം എല്ലാ അച്ഛന്മാരും ഒന്നിച്ചിട്ട് കൂടി സേവ എടുക്കുന്നതിനകത്ത് ഒരു മഹാൻ ഭാഗ്യം ഞങ്ങൾക്കും കിട്ടി. വരുന്ന ഭക്തന്മാർക്കും അതൊരു നല്ലൊരു സമയം ഒതുക്കി കിട്ടി. പിന്നെ ഇന്നെ നല്ല ആൾക്കാർ നല്ല രീതിയിലും എല്ലാ ഭക്തന്മാരും നല്ല രീതിയിലും വന്നുകൊണ്ടുണ്ട്. എല്ലാം കളിയാട്ട മഹോത്സവം തുടങ്ങിയ മുതൽ കളിയാട്ട മഹോത്സവം സമാപ്തിയാകുന്ന ദിവസം വരെ ക്ഷേത്രത്തിൽ അന്നദാനം എല്ലാ രീതിയിലും ഭോജന വ്യവസ്ഥ അതിഗാംഭീര്യമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ ഭക്തന്മാർക്കും എന്തൊരു ബുദ്ധിമുട്ടില്ലാ രീതിയിൽ നല്ല രീതിയിൽ വീട്ടിൽ വരുന്ന ഭക്തന്മാർ കളിയാട്ട മഹോത്സവം നടക്കുന്നു. എന്തൊരു ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നത്. 6-ാം താരീഖിന് പൂമുടിയോട് കൂടി കളിയാട്ട മഹോത്സവം സമാപ്തിയാണ്. എല്ലാ ജനങ്ങളും ഈ കളിയാട്ട മഹോത്സവത്തിന് വന്നിട്ട് അമ്മൻ്റെ പ്രസാദം വാങ്ങി കൃതാർത്ഥരാണെന്ന് നമ്മുടെ 400 വില്ലി ദിയാസമാധാന പരമായിട്ട് എല്ലാവരോടും വിനീതമായിട്ട് കേട്ടോ. പാറശ്രീ ഭഗവതി ആലിച്ചാമുണ്ടി ക്ഷേത്രത്തെ വാർഷിക കളിയാട്ട മഹോത്സവ അംഗമായി 30 താരീഖിന് ഭണ്ഡാര ക്ഷേത്രത്തിന് ഭണ്ഡാരമെന്ന് 31 താരീഖിന് കൊടിയേറി 6 താരീഖ് വരെ ഇവിടെ വിവിധ ധാർമ്മിക കാര്യക്രമങ്ങളും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ ഇടനീര് മഠാധീശനായ ശ്രീ സച്ചിദാനന്ദ സ്വാമിജികൾ ഇവിടെ വന്നിരുന്നു. അതുപോലെ തന്നെ ഈ കളിയാട്ട മഹോത്സവത്തിന് എല്ലാ ഭക്തജനത സഹകാരം എടുത്തുകൊണ്ട് നമ്മൾ ഈ കളിയാട്ട മഹോത്സവം നല്ല വിജൃംഭണം അതിൽ നടത്തണമെന്ന് നമ്മളെല്ലാവരും. കഴിഞ്ഞ 30-ന് തുടങ്ങിയ ക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ 6-ന് സമാപിക്കും. ആലിഭൂതം, പുതിയ ഭഗവതി ദൈവം, ഭഗവതി ദർശനം എന്നിവയുണ്ടാകും. ഉത്സവം പ്രമാണിച്ച് എടനീർ മഠാധിപതി ಸಚ್ಚಿದಾನಂದ ಭಾರತಿ ಸ್ವಾಮಿಗಳು ಕ್ಷೇತ್ರ ಸಂದರ್ಶಿച്ചു. ನಮ್ಮ ಕ್ಷೇತ್ರಗಳೆಲ್ಲ ನಮ್ಮ ಧರ್ಮದ ಬಂಧುಗಳನ್ನು ಒಂದು ಮಾಡುವಂತಹ ಸಾಮರಸ್ಯದ ಕೇಂದ್ರಗಳು. ಹಾಗಿರುವಾಗ ಅಲ್ಲಿ ಕೆಲವೊಂದು ಭಿನ್ನಾಭಿಪ್ರಾಯಗಳು, ಕೆಲವೊಂದು ವಿಮರ್ಶೆಗಳು ಬಂದರೂ ಕೂಡ ಆ ದೇವರ ದಯದಿಂದ ಅದೆಲ್ಲ ಬಗೆಹರಿದು ಮತ್ತೆ ಅಲ್ಲಿ ಸುಂದರವಾದಂತಹ ವಾತಾವರಣ ನಿರ್ಮಾಣ ಆಗ್ತದೆ ಅನ್ನೋದಕ್ಕೆ ಈ ಕ್ಷೇತ್ರವೇ ಸಾಕ್ಷಿ. ಅಂತಹ ಸಣ್ಣ ಪುಟ್ಟ ಭಿನ್ನಾಭಿಪ್ರಾಯಗಳಿದ್ದರೂ ಕೂಡ ಇವತ್ತು ಎಲ್ಲರೂ ಒಂದಾಗಿ ಇವತ್ತು ಬಹಳ ಸಂತೋಷದಿಂದ ಸಂಭ್ರಮದಿಂದ ಇವತ್ತು ಇಲ್ಲಿ ಈ ಗಳಿಯಾಟ ಮಹೋತ್ಸವ ಇವತ್ತು ನಡೀತಾ ಇದೆ. ಕ್ಷೇತ್ರದ ತಂತ್ರಿಗಳಂತಹ ಕಡಮನಾಯ ಮನೆತನದವರು ಇವತ್ತು ಇದನ್ನೆಲ್ಲ ನೆರವೇರಿಸಿಕೊಂಡಂತಹ ಶ್ರೀ ಸೀತಾರಾಮ ಕಡಮನಾಯ ಅವರ ಕಾರ್ಮಿಕತ್ವದಲ್ಲಿ, ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಇದರೆಲ್ಲ ಧಾರ್ಮಿಕ ಪ್ರಕ್ರಿಯೆಗಳು ನಡೆದು ಇವತ್ತು ಗಳಿಯಾಟ ಮಹೋತ್ಸವ ನಡೀತಾ ಇದೆ. കെ ജഗദീഷ് പ്രസാദ്, ഗണേഷ് അരമങ്ങാനം, സന്തോഷ് കുമ്പള, സജിത് ആരിക്കാടി, ദീപക് കാർലെ, നവീൻ കുമാർ ആരിക്കാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.